അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ടവരെ, ആരംഭ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മസ്ജിദുൽ ഹറമിൽ നിന്ന് ബൈത്തുൽ മുഖദ്ദസിലേക്കും പിന്നീട് സപ്തവാനങ്ങളും താണ്ടി യജമാനനായ റബ്ബിൻ്റെ ദർബാറിലെത്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അള്ളാഹുവും നേർക്ക് നേർ കാണുകയും ഇടപെടുകയും സംഭാഷണം നടത്തുകയും വിശിഷ്ടമായ സമ്മാനം നൽകുകയും ഒക്കെ ചെയ്ത ഏറ്റവും ശ്രേഷ്ഠകരമായ അതിമഹത്തായ ഒരു രാവിലാണ് നാം ഓരോരുത്തരും നിലകൊള്ളുന്നത്. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഈ രാവിൻ്റെ ബറക്കത്ത് കൊണ്ട്, ഇസ്രാഇൻ്റെയും മിഅ്റാജിൻ്റെയും ഒക്കെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു നമ്മുടെ ജീവിതത്തിൽ എല്ലാ നിലയിലുള്ള ഖൈറും ബറക്കത്തും നൽകുമാറാകട്ടെ. അള്ളാഹുവിനെ കൃത്യമായി മനസ്സിലാക്കുന്ന യശസ്സുടയ വ്യക്തിത്വങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമല്ലോ, നബി തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിയാണ് ബീവി ഖദീജ റളിയല്ലാഹു അൻഹ, ഉമ്മുൽ മുഅ്മിനീനാണ്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ സഹായവും അതോടൊപ്പം തന്നെ എല്ലാ നിലയിലുള്ള പിന്തുണയും നൽകിയ മഹാരഥയായിരുന്നു ബീവി ഖദീജ റളിയല്ലാഹു അൻഹ. നിങ്ങൾക്കെല്ലാം അറിയുന്നത് പോലെ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ മക്കയിലെ ധനാഢ്യയായിരുന്നു, നല്ല സുന്ദരിയുമായിരുന്നു. ഖദീജ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് അവരുടെ ഭർത്താവ് മരണപ്പെട്ടപ്പോൾ പലരും വിവാഹാലോചനയുമായി ഖദീജ ബീവി റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ വന്നിരുന്നു. പക്ഷേ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ അവർക്കൊന്നും പിടികൊടുത്തിരുന്നില്ല. പിന്നീടാണ് അവർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉത്കൃഷ്ടമായ, ഏറ്റവും ഉദാത്തമായ, തുല്യതയില്ലാത്ത, പകരം വെക്കാനില്ലാത്ത ഏറ്റവും വിശിഷ്ടമായ സ്വഭാവ വൈശിഷ്ട്യം കണ്ട് നബിതങ്ങളെ അവരിഷ്ടപ്പെടുകയും അവരാണ് നബിതങ്ങളെ വിവാഹാലോചന നടത്തുകയും ഒക്കെ ചെയ്തത്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിവാഹം കഴിക്കുന്ന സമയത്ത് മക്കയിലെ പ്രമാണിമാർ, ഖുറൈശികളായ ആളുകളൊക്കെ പറയും, ധനാഢ്യയായ ഖദീജയ്ക്ക് ദരിദ്രനായ മുഹമ്മദിനെ എന്നെല്ലാം പറഞ്ഞ് കളിയാക്കുമായിരുന്നു. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇതൊന്നും വിഷമമുണ്ടാക്കിയ സംഗതിയൊന്നുമല്ല. പക്ഷേ ഖദീജ ബീവിയുടെ ചെവിയിലെത്തിയപ്പോൾ ഖദീജ ബീവി പറഞ്ഞു, എൻ്റെ എല്ലാ സമ്പത്തും ഇന്നു മുതൽ എൻ്റെ പ്രിയപ്പെട്ട ഭർത്താവ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കുള്ളതാണ്. ഇന്നു മുതൽ സമ്പന്നനായ മുഹമ്മദിൻ്റെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ദരിദ്രയായ ഭാര്യയാണ് ഞാനെന്ന് പറയാൻ മനസ്സ് കാട്ടിയവരാണവർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹിറാ ഗുഹയിൽ ധ്യാന നിമഗ്നനായിരിക്കുമ്പോൾ ഭൂമിയിൽ നിന്ന് ഒരുപാട് ഉയരത്തിലുള്ള ആ മലയിലേക്ക്, ചെങ്കുത്തായ മലയിലേക്ക് പല പ്രാവശ്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഭക്ഷണവുമായി കയറിയിറങ്ങിയ പ്രിയപ്പെട്ട ബീവി ഖദീജ റളിയല്ലാഹു നബി തങ്ങളെ ഏറെ ഇഷ്ടപ്പെട്ടവരായിരുന്നു. അതുകൊണ്ടാണ് നമ്മൾ പാട്ട് കേട്ടില്ലേ, മാണിക്യമലരായ പൂവി മഹദിയം ഖദീജ ബീവി. അതെ, ഏറ്റവും ശ്രേഷ്ഠയായ ഒരു വനിതയായിരുന്നു ഉമ്മുൽ മുഅ്മിനീൻ ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. അവരുടെ മരണത്തിന് ശേഷം പോലും നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ ഓർക്കുകയും ആടോ അതല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ മാംസങ്ങൾ അറുത്താൽ അവരുടെ കൂട്ടുകാരികളിലേക്ക് ആ സ്നേഹത്തിൻ്റെ സമ്മാനങ്ങൾ ഖദീജയോടുള്ള, അല്ലെങ്കിൽ ഖദീജയുടെ കൂട്ടുകാരികൾ എന്നുള്ള പരിഗണനയിൽ അവർക്കെല്ലാം കൊടുത്തുവിടുമായിരുന്നു. അത്രയേറെ നബി തങ്ങൾ ഖദീജ ബീവിയെയും ഖദീജ ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെയും ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷേ അവരുടെ വേർപാട് നബി തങ്ങളെ ഏറെ തളർത്തിക്കളഞ്ഞു. നബി തങ്ങളുടെ ഭൂമിയിലെ ഏറ്റവും വലിയ ആശ്രയമായിരുന്നു ഖദീജ ബീവി റളിയല്ലാഹു അൻഹ. വലിയ ആശ്രയമായിരുന്നു. ഏത് പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം വന്നാലും തൻ്റെ പ്രിയപ്പെട്ട പ്രിയതമനെ തന്നോട് ചേർത്ത് നിർത്തിയിട്ട്, സാരമില്ല മുഹമ്മദ് നബിയെ, അങ്ങെന്തിനാണ് വിഷമിക്കുന്നത്, പ്രയാസപ്പെടുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് സ്വാന്തനത്തിൻ്റെ, സമാധാനത്തിൻ്റെ വാക്കുകൾ പറയാൻ ഖദീജ ബീവിക്ക് കഴിയുമായിരുന്നു. വിധങ്ങളെപ്പോഴും അങ്ങനെയാണ്. സഹോദരങ്ങളെ, ഇസ്ലാമിക ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ വിപ്ലവം സൃഷ്ടിച്ച പ്രവാചകന്മാരെ പരിശോധിച്ചാൽ അവരുടെ ഭാര്യമാരെല്ലാം അവരെ പിന്തുണച്ചിരുന്നു എന്നത് നമുക്ക് കാണാൻ കഴിയും. ബഹുമാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമ 950 വർഷം പ്രബോധനം നടത്തിയിരുന്നു. പക്ഷേ അവരുടെ ഭാര്യ ബഹുമാനായ നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൽ വിശ്വസിച്ചിരുന്നില്ല. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമ പ്രബോധനം നടത്തി, കോളിളക്കം സൃഷ്ടിച്ചു, വിപ്ലവങ്ങൾ സൃഷ്ടിച്ചു.
ആ വിജയത്തിലേക്ക് എത്താൻ സാധ്യമായത് ബഹുമാന്യനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഭാര്യമാർ അവർക്ക് ഉണ്ടായതുകൊണ്ടാണ്. അങ്ങനെ പ്രവാചകന്മാരുടെ പല ഭാര്യമാരും പിന്തുണ പിൻവലിക്കുന്നതോടെ, അതല്ലെങ്കിൽ അവർക്ക് പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നതോടെ അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊന്നുമല്ല, അള്ളാഹു ആണ് അതൊക്കെ വിജയിപ്പിക്കുന്നത്. എന്നിരുന്നാലും തൻ്റെ വീട്ടിൽ തൻ്റെ ഭാര്യ തനിക്ക് താങ്ങും തണലുമാകുമ്പോൾ എപ്പോഴും മനസ്സിനൊരു പവറുണ്ടാകും. അതോടൊപ്പം തന്നെ തൻ്റെ മുന്നോട്ടുള്ള ഗമനത്തിന് ഏറ്റവും വലിയ ഓജസ്സും തേജസ്സും എല്ലാം കൈവരുമെന്നുള്ളതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നിമാരും അപ്രകാരമായിരുന്നു. അതുകൊണ്ടാണ് ലോകത്ത് വിപ്ലവങ്ങൾ സൃഷ്ടിക്കാൻ അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് സാധ്യമായത്. ആയതിനാൽ ഭാര്യമാരായ ആളുകൾ ഇത് കേൾക്കുന്നുണ്ട് എങ്കിൽ തങ്ങളുടെ ഭർത്താവിന് എല്ലാ നിലയിലുള്ള പിന്തുണയും കൊടുക്കണം. വിഷമത്തിൻ്റെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ഘട്ടങ്ങളിൽ അവർക്ക് സമാധാനത്തിൻ്റെ വാക്കു പറയാൻ സാധ്യമാകണം. പൊട്ടിയ ഹൃദയവുമായി സങ്കടത്തിൻ്റെ, ഒരുപക്ഷെ പുരുഷനായതിൻ്റെ പേരിൽ കരയാൻ കഴിയാത്തതിൻ്റെ പേരിൽ വളരെ വിഷമത്തോടുകൂടെ ആയിരിക്കും പലപ്പോഴും ജോലിക്ക് മറ്റുമെല്ലാം പോയി അവിടുത്തെ പ്രയാസങ്ങളെല്ലാം സഹിച്ച് വീട്ടിലേക്ക് കടന്നു വരുമ്പോൾ സമാധാനത്തിൻ്റെയും ആശ്വാസത്തിൻ്റെയും ഒക്കെ വാക്കുകൾ പറയാൻ സാധ്യമായാൽ നിങ്ങളുടെ ജീവിതം വിജയിച്ചു എന്നതാണ് സഹോദരങ്ങളെ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട പത്നി ഖദീജ ബീവി ലോകത്ത് നിന്ന് വിട പറഞ്ഞപ്പോൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് താങ്ങാൻ കഴിഞ്ഞില്ല സഹോദരങ്ങളെ. അതോടൊപ്പം തന്നെ നബിതങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നബിതങ്ങളുടെ പിന്നിൽ പർവ്വതം പോലെ ഉറച്ചു നിന്ന മഹാനായ ഒരു മനുഷ്യനായിരുന്നു അബൂ ത്വാലിബ്. അദ്ദേഹം വിശ്വാസിയായിരുന്നില്ല, എന്നിട്ട് കൂടി നബിതങ്ങളെ ഏറെ ഇഷ്ടപ്പെടുകയും നബിതങ്ങളുടെ പ്രബോധന പാതയിൽ എല്ലാ നിലയിലുള്ള സഹായവും സഹകരണവും ഒക്കെ ചെയ്തു കൊടുക്കുകയും ചെയ്തപ്പോൾ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറ്റവും വലിയ വിജയത്തിലേക്ക് എത്തിച്ചു എന്നതാണ്. അങ്ങനെ തൻ്റെ പിന്നിൽ പാറ പോലെ പർവ്വതം പോലെ ഉറച്ചു നിന്ന അബൂ ത്വാലിബിൻ്റെ മരണവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഏറെ വേദനിപ്പിച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ മക്കയിൽ ഒരുപാട് പേര് നബിതങ്ങളെ പീഡിപ്പിച്ചു. തുടർന്ന് പീഡനങ്ങളുടെ കാലമായിരുന്നു. നബിതങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളും വിഷമങ്ങളും എല്ലാം ഏറ്റുവാങ്ങേണ്ടി വന്നു. മക്കയിലെ പീഡനം സഹിക്കവേ ഒന്നിൻ്റെ പേരിലുമല്ല, ആരുടെയും സമ്പത്ത് പിടിച്ചു പറിച്ചതിൻ്റെ പേരിലല്ല, ആർക്കെങ്കിലും മോശമായ എന്തെങ്കിലും ഉപദ്രവം ചെയ്തതിൻ്റെ പേരിലുമല്ല, ഏകനായ അള്ളാഹുവിനെ ആരാധിക്കണമെന്ന് പറഞ്ഞതിൻ്റെ പേരിൽ, ഞാൻ അള്ളാഹുവിൻ്റെ റസൂലാണ് എന്ന് പറഞ്ഞതിൻ്റെ പേരിൽ ഒരുപാട് പീഡനങ്ങൾ. നിങ്ങൾ കുടുംബബന്ധം ചേർക്കണം, അതോടൊപ്പം തന്നെ ഏകനായ ഇലാഹാണ്, അവനെയാണ് നിങ്ങൾ ആരാധിക്കേണ്ടത് എന്നെല്ലാം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ മാത്രമാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പീഡനങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നത്. അവസാനം ആ മക്കയിൽ നിന്ന് നബിതങ്ങളുടെ പ്രിയപ്പെട്ട മാതാവിൻ്റെ സ്ഥലമാകുന്ന ത്വായിഫിലേക്ക് നബിതങ്ങൾ പോകുന്നു. പക്ഷെ അവിടെയും പ്രയാസമായിരുന്നു. തെണ്ടി പിള്ളാരെ ഉപയോഗിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശക്തമായി കല്ലെറിഞ്ഞ് ഉപദ്രവിച്ചു. നബിതങ്ങൾക്ക് നടക്കാൻ കഴിയാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ രക്തം വാർന്ന് ആ കവലയിൽ ഇരിക്കേണ്ടുന്ന ദുർഗതിയുണ്ടായി. പ്രിയപ്പെട്ടവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വലിയ വിഷമത്തിലും പ്രയാസത്തിലുമെല്ലാം കഴിഞ്ഞുകൂടിയപ്പോൾ യജമാനനായ റബ്ബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എല്ലാ പ്രയാസങ്ങളെയും മാറ്റിക്കൊണ്ട് സന്തോഷത്തിൻ്റെ സപ്തവാനങ്ങളും താണ്ടി ഏറ്റവും ഉയരത്തിലേക്ക് അള്ളാഹുവിൻ്റെ ദർബാറിലേക്ക് സന്തോഷത്തോടെ നബി തങ്ങളുടെ ഹൃദയം ദുഃഖിച്ചപ്പോൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹൃദയം പടച്ചപ്പോൾ അള്ളാഹുവിന് സഹിക്കാൻ കഴിയാതെ ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ രാപ്രയാണം നടത്തിച്ചു അള്ളാഹു. അങ്ങനെ അള്ളാഹുവിനെ കാണേണ്ടതുപോലെ കണ്ട് എല്ലാ ആശ്വാസവും സമാധാനവും ഒക്കെ പകർന്നു നൽകിയ ഏറ്റവും വിശിഷ്ടമായ ദിവസമായിരുന്നു പ്രിയപ്പെട്ടവരെ മിഅ്റാജിൻ്റെ ദിവസം. അല്ലാഹു അക്ബർ. അള്ളാഹു ഈ ദിവസത്തിൻ്റെ മഹാത്മ്യത്തെ കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, അങ്ങനെ വിഷമവും പ്രയാസവും എല്ലാം മാറി സന്തോഷത്തോടു കൂടെയാണ് നബിതങ്ങൾ ഭൂമിയിലേക്ക് വരുന്നത്. നാം ഈ മിഅ്റാജിലൂടെ മനസ്സിലാക്കേണ്ടത്, ഈ ഭൂമിയിലെ കവാടങ്ങൾ നമ്മുടെ മുന്നിൽ അടയപ്പെട്ടാൽ നമ്മുടെ മുന്നിൽ അടയാതെ യജമാനനായ റബ്ബിൻ്റെ കവാടമുണ്ട്. അതേ സഹോദരങ്ങളെ, മനപ്രയാസവും ദുഃഖവും വിഷമവും എല്ലാം മനുഷ്യ സഹജമാണ്. ജീവിതത്തിൽ ഒരുപാടുണ്ടാകും. സഹായിക്കാൻ ആരുമില്ലാതെ വല്ലാത്തൊരവസ്ഥയിൽ നാം നിൽക്കുന്ന ദുർഗതി നമുക്കുണ്ടാകും. പ്രയാസങ്ങളുടെ സങ്കീർണതകളുടെ കെട്ടുകൾക്കുള്ളിൽ നാം ബന്ധിതരായി പോകും. ഈ ലോകമെല്ലാം നമ്മുടെ മുന്നിൽ ചുരുങ്ങി ഇല്ലാതായി തീരുന്ന അവസ്ഥകൾ വരും. ഒരുപാട് മാനസികമായും ശാരീരികമായും ഒക്കെ ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കും. പലരുടെയും വാതിലുകളിൽ മുട്ടിയിട്ട് സഹായം അർത്ഥിക്കും. പക്ഷേ സഹായമൊന്നും കിട്ടുകയില്ല.
ആ സഹായമെല്ലാം അവസാനിക്കുന്നിടത്ത് അള്ളാഹുവിൻ്റെ സഹായമുണ്ട് എന്ന് നാം മനസ്സിലാക്കണം. അള്ളാഹുവിന് മാത്രമാണ് നമ്മളെ സഹായിക്കാൻ കഴിയുന്നത്. ഭൂമിയിലെ ഏത് രാജാവിൻ്റെയും ഏതൊരാളുടെയും കവാടങ്ങൾ നമുക്ക് മുന്നിൽ അടഞ്ഞാലും ഏകനായ അള്ളാഹുവിൻ്റെ കവാടം നമുക്ക് മുന്നിൽ അടയുകയില്ല എന്ന് നാം ഓരോരുത്തരും മനസ്സിലാക്കുക. ആകാശം, അതോടൊപ്പം തന്നെ നമുക്ക് ഈ മണ്ണിൽ മാത്രമല്ല വിണ്ണിലും നമുക്ക് ബന്ധമുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കണം. ഈ ഭൂമിയിൽ മാത്രമല്ല സഹോദരങ്ങളെ, ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ ഭൂമിയിൽ മാത്രമല്ല ബന്ധം, അവൻ്റെ മറുബന്ധം അള്ളാഹുവിൻ്റെ അടുക്കലാണ്, ആകാശത്തിലാണ്. അതുകൊണ്ട് ആ ബന്ധത്തിൻ്റെ ഏറ്റവും സുശക്തമായ പിടിവള്ളിയിലാണ് നമ്മളുള്ളത്. ആയതിനാൽ നമ്മൾ ഭയപ്പെടുകയോ വിഷമിക്കുകയോ ഒന്നും വേണ്ടതില്ല സഹോദരങ്ങളെ. അതുപോലെ തന്നെ ഈ ഭൂമിയിൽ ക്ലേശമാണെങ്കിൽ ആഖിറത്തിൽ നമുക്ക് സന്തോഷമുണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ക്ലേശത്തിന് മേൽ ക്ലേശമായിരുന്നു. ഒരുപാട് ദുഃഖത്തിൻ്റെ, വലിയ വിഷമത്തിൻ്റെ അങ്ങേയറ്റത്തെ പ്രയാസം സഹിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സപ്തവാനങ്ങളും കടന്ന് ആകാശത്തിലേക്ക് കടന്നപ്പോൾ നബിതങ്ങളുടെ മനസ്സിന് വല്ലാത്ത ആനന്ദമായിരുന്നു സഹോദരങ്ങളെ. ആയതിനാൽ ഈ ഭൂമിയിൽ എന്ത് ക്ലേശമുണ്ട് എങ്കിലും അതെല്ലാം മാറ്റാൻ നമുക്ക് പോം വഴിയുണ്ട്. അത് യജമാനനായ റബ്ബിൻ്റെ അടുക്കലാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, നബിയെ, ഈ ഭൂമിയിലെ വിഷമങ്ങളും പ്രയാസങ്ങളെല്ലാം തുച്ഛമാണ്, അതൊക്കെ കുറഞ്ഞ നാളുകൾ മാത്രമാണ്. അങ്ങ് വരൂ, അങ്ങേക്ക് എല്ലാ നിലയിലുള്ള സന്തോഷവും ഇതാ ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നു എന്ന് അള്ളാഹു വിളിച്ച് കാണിച്ചു കൊടുക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. നോക്കൂ, നമുക്കൊരു വിഷമം വരികയാണെന്ന് വിചാരിക്കുക സഹോദരങ്ങൾ, ഭയങ്കര തീവ്രമായൊരു വിഷമം. ആ വിഷമത്തിൻ്റെ അപ്പുറത്ത്, വിഷമം കഴിഞ്ഞാൽ നമുക്ക് വലിയൊരു സന്തോഷം, ഇനി ഒരിക്കലും ദുഃഖിക്കേണ്ടാത്ത വിധത്തിൽ ഏറ്റവും ഉദാത്തമായ ഒരു സന്തോഷത്തിൻ്റെ നാളുകളുണ്ട് എന്ന് നമുക്ക് തിരിച്ചറിഞ്ഞാൽ ഈ വിഷമമൊക്കെ നമ്മൾ അതിജീവിക്കും. നമുക്കത് നിഷ്പ്രയാസം, എത്ര വലിയ കൊടും വിഷമമാണെങ്കിലും അതിനെയെല്ലാം വകഞ്ഞു മാറ്റി ആ സന്തോഷത്തിലേക്ക് എത്താൻ നമുക്ക് സാധ്യമാകുമെന്നുള്ളതാണ്. നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ മനുഷ്യനെന്നുള്ള നിലയിൽ ഒരുപാട് പ്രയാസവും വിഷമങ്ങളും രോഗങ്ങളും കടങ്ങളും ഞെരുക്കങ്ങളുമെല്ലാം നമ്മളെ വരിഞ്ഞു മുറുക്കും. പക്ഷേ അതിനപ്പുറത്ത് ആഖിറമാകുന്ന സന്തോഷം നമ്മളെ കാത്തിരിപ്പുണ്ട് സഹോദരങ്ങളെ. അതിനുവേണ്ടിയാണ് നാം ഓരോരുത്തരും പ്രയത്നിക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഖുറൈശികളായ ആളുകളെല്ലാം തള്ളിക്കളഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് കൊണ്ടുവന്നിട്ട് ലോകത്തിലുള്ള മുഴുവൻ പ്രവാചകന്മാർക്കും ഇമാമായി അവിടെ നിന്ന് നമസ്കരിക്കുകയാണ്. നബിയെ, ഈ ഭൂമിയിലുള്ള സകലരും തള്ളിക്കളഞ്ഞാലും അങ്ങ് ഇമാമാണ് നബിയെ, അങ്ങാണ് മുന്നിൽ നിൽക്കുന്നയാൾ, അങ്ങെന്തിന് പ്രയാസപ്പെടണമെന്ന് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് കാണിച്ചു കൊടുക്കുകയായിരുന്നു പ്രിയപ്പെട്ടവരെ. ആയതിനാൽ മിഅ്റാജിൻ്റെ ശ്രേഷ്ഠകരമായ ദിവസമാണല്ലോ നമ്മളിലേക്ക് വന്നത്. നമുക്കിതിൽ നിന്നെല്ലാം നല്ല പാഠങ്ങൾ ഉൾക്കൊള്ളണം. പ്രയാസവും വിഷമവും ദുഃഖവും അതെല്ലാം നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിലേക്ക് വിലയം പ്രാപിക്കുന്നവരാണ്. പക്ഷെ ഒരു ഡിമാൻഡുണ്ട് സഹോദരങ്ങളെ. അബൂബക്കർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മിഅ്റാജും കഴിഞ്ഞ് ബൈത്തുൽ മുഖദ്ദസിൽ പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആകാശാരോഹണവും കഴിഞ്ഞ് മടങ്ങി വന്നപ്പോൾ ഖുറൈശികളായ ആളുകളുടെ അടുക്കലെല്ലാം ഇത് പറഞ്ഞപ്പോൾ പലരും അവിശ്വസിച്ചു. മുഹമ്മദ് എന്താണ് പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. ഇന്ന് അത്യന്താധുനികമായ അതിനൂതനമായ സൗകര്യങ്ങളും സജ്ജീകരണങ്ങളും ഇപ്പോഴുള്ളപ്പോൾ നിമിഷങ്ങൾക്കുള്ളിൽ കിലോമീറ്ററുകളോളം താണ്ടാമെന്ന് നാം മനസ്സിലാക്കുന്നെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അത്തരം ആളുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കളിയാക്കി. ഇന്നും ചില ആളുകളുണ്ട് ഇത്തരം സംവിധാനങ്ങളെല്ലാം വികസിച്ചിട്ടും അവർക്കതൊന്നും ഉൾക്കൊള്ളാൻ കഴിയാത്ത കുടുസായ മനസ്സിൻ്റെ ഉടമകളുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. അത് അവരുടെ വഴിക്ക് വിട്ടേക്ക്, അതവരുടെ വിശ്വാസത്തിൻ്റെ ദൗർബല്യ നിമിത്തമാണ്. അതല്ലെങ്കിൽ അവർക്ക് നാളെ ആഖിറത്തിൽ അവർക്ക് വരാനുള്ള വമ്പൻ പരാജയത്തെ സൂചിപ്പിക്കുന്നത് കൊണ്ടാണ്. അള്ളാഹു അവർക്കൊക്കെ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മസ്ജിദുൽ ഹറമിൽ നിന്ന് മസ്ജിദുൽ അഖ്സയിലേക്ക് പിന്നീട് 7 ആകാശവും കടന്ന് അള്ളാഹുവിൻ്റെ ദർബാറിലെത്തിയ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മടങ്ങി വന്നിട്ട് എല്ലാവരോടും പറയുമ്പോൾ പലരും അവിശ്വസിച്ചു. നബി തങ്ങളെ കളിയാക്കാൻ തുടങ്ങി. പലരും ഇസ്ലാമിൽ നിന്ന് മുർത്തദ്ദായി പോയി സഹോദരങ്ങളെ. എന്നിട്ട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കലേക്ക് ചെല്ലുകയാണ്. അബൂബക്കർ നബിയുടെ വലിയ ആളായിട്ട് നടക്കുകയാണെന്നെല്ലാം പറഞ്ഞുകൊണ്ട് അബൂബക്കർ റളിയല്ലാഹുവിൻ്റെ അടുക്കൽ ചെന്നു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു ചോദിച്ചു, ആര് പറഞ്ഞു? അത് മുഹമ്മദ് പറഞ്ഞു. എങ്കിൽ മുഹമ്മദാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് പറഞ്ഞതെങ്കിൽ അത് ഞാൻ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ വിശ്വാസദാർഢ്യത, വിശ്വാസത്തിൻ്റെ ഉറപ്പ് നമ്മുടെ ഹൃദയത്തിൽ രൂഢമൂലമായാൽ
തീർച്ചയായും ഇസ്രാഇന്റെയും മിഅ്റാജിന്റെയും അവർണ്ണനീയമായ ആ ഒരു രംഗം നമുക്കും ലഭിക്കുമെന്നുള്ളതാണ്. ബഹുമാന്യനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസദാർഢ്യത നമുക്കുണ്ടാവുകയാണ് എങ്കിൽ തീർച്ചയായും നമുക്കും ഇസ്രാഉം മിഅ്റാജും പോലെ ഏറ്റവും നല്ല സന്തോഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് നമുക്കും എത്തിച്ചേരാൻ സാധിക്കുമെന്നുള്ളതാണ്. ആ നിലയിലേക്ക് ഇൻഷാ അല്ലാഹ് നമ്മൾ ഓരോരുത്തരും മാറണം. നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആയതിനാൽ കിതാബുകളിലൂടെ ധാരാളം കിതാബിൻ്റെ ഇബാറത്തുകളിലൂടെ ഈ ദിവസം നോമ്പ് സുന്നത്താണ് എന്ന് കാണാൻ കഴിയും പ്രിയപ്പെട്ടവരെ. ആയതിനാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠകരമായ അതിവിശിഷ്ടമായ ഒരു സന്തോഷത്തിൻ്റെ ദിവസം നടന്ന ഈ ദിവസം എന്നുള്ള നിലയിൽ ഇൻഷാ അല്ലാഹ് നാം ഏവരും നാളത്തെ ദിവസം നോമ്പെടുക്കുകയും അള്ളാഹുവിൻ്റെ അടുക്കൽ കൃത്യമായി ദുആ ചെയ്യുകയും എല്ലാം ചെയ്യണം. പലരും നോമ്പ് പിടിക്കേണ്ടതില്ല, സുന്നത്തില്ല എന്നെല്ലാം പറയുമ്പോൾ സഹോദരങ്ങളെ, നമ്മൾ പിടിക്കിൻ. ഇൻഷാ അല്ലാഹ് നോമ്പ് പിടിച്ചാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ നമുക്ക് കൂലിയാണ് ലഭിക്കുന്നത്. ആയതിനാൽ നമ്മൾ നോമ്പ് പിടിക്കുക. ഇൻഷാ അല്ലാഹ് അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ധാരാളം കിതാബുകളുടെ ഇബാറത്തുകളിലൂടെ ഈ നാളത്തെ ദിവസം നോമ്പ് സുന്നത്താണ് എന്ന് കാണാൻ കഴിയും. ആയതിനാൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെല്ലാം നോമ്പെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ആ നിലയ്ക്ക് മിഅ്റാജിനെ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുവാൻ അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അസ്സലാത്തു മിഅ്റാജുൽ മുഅ്മിനീൻ. ഒരു വിശ്വാസിയുടെ മിഅ്റാജ് എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ നമസ്കാരമാണ് സഹോദരങ്ങളെ. ആ നിലയ്ക്ക് അള്ളാഹുവിലേക്ക് എത്തിപ്പെടുന്ന, അള്ളാഹുവിലേക്ക് ലയിക്കുന്ന, അള്ളാഹുവുമായിട്ടുള്ളൊരു അഭിമുഖ സംഭാഷണമാണ് നമ്മുടെ നമസ്കാരം. ആ നിലയ്ക്ക് നമ്മുടെ നമസ്കാരം മാറണം. ആ നിലയ്ക്ക് നമ്മുടെ നോമ്പുകളെല്ലാം മാറി അള്ളാഹുവിലേക്ക് അടുക്കുന്ന സച്ചരിതരിൽ സ്വാലിഹികളിൽ നാം ഓരോരുത്തരും ഉൾപ്പെടണം. നാഥനായ റബ്ബ് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നോമ്പിൻ്റെ നിയ്യത്ത് പ്രകാരമാണ് മിഅ്റാജിൻ്റെ സുന്നത്ത് നോമ്പ്. നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതിയെന്നോ, അതല്ലെങ്കിൽ റജബ് 27 നാളത്തെ സുന്നത്ത് നോമ്പ് അള്ളാഹു തആലയ്ക്ക് വേണ്ടി പിടിച്ചുവിടുവാൻ ഞാൻ കരുതിയെന്നോ നിയ്യത്ത് ചെയ്യുക. ഇൻഷാ അല്ലാഹ് ധാരാളമായി ദിക്റുകളും ദുആക്കളും തസ്ബീഹുകളും ഖുർആൻ പാരായണങ്ങളും ഒക്കെയായി ആ ദിവസം കഴിഞ്ഞുകൂടണം. നിങ്ങളുടെയൊക്കെ വിലപ്പെട്ട ദുആക്കളിൽ നമ്മളെയും ഉൾപ്പെടുത്തണമെന്ന് കൂടി ഓർമ്മപ്പെടുത്തുന്നു. നാഥനായ റബ്ബ് മിഅ്റാജിൻ്റെ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ, റജബ് മാസത്തിൻ്റെ ഏതെല്ലാം അനുഗ്രഹങ്ങളുണ്ടോ അതെല്ലാം അള്ളാഹു നമുക്കും നമ്മുടെ കുടുംബത്തിനുമൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സന്തോഷദായകമായ ജീവിതം ഇഹത്തിലും പരത്തിലും അള്ളാഹു നൽകുമാറാകട്ടെ. പുന്നാര ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കൃത്യമായി അനുധാപനം ചെയ്യുന്ന, അള്ളാഹുവിലുള്ള അടിയുറച്ച വിശ്വാസരൂഢതയുള്ള അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ പോലെ ഈമാനിൻ്റെ ശക്തി ആർജിക്കുന്ന ഏറ്റവും നല്ല വ്യക്തിത്വങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.